ദൈവം ഉണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞല്ലോ ആ വീഡിയോയിൽ. അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല, ഉസ്താദ് പറയുകയും ചെയ്തു ഏതൊരു സൃഷ്ടിക്ക് മുന്നിൽ ഒരു സൃഷ്ടാവ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദൈവത്തെ പഠിച്ചത് ആരായിരിക്കും ഉസ്താദെ? ഉസ്താദ് ഞെട്ടിയും തോന്നുന്നു. ചോദ്യത്തിന്റെ പ്രസക്തി കൊണ്ടാണോ അല്ലെങ്കിൽ ചോദ്യത്തിന് മറുപടി ഇല്ലാത്തത് കൊണ്ടാണോ, എന്തായിരിക്കും ഞെട്ടതിന് പിന്നിൽ? നമ്മൾ ഞെട്ടിയത് കൊണ്ട് ചോദ്യത്തിന് ഭയങ്കര പ്രസക്തിയും മറുപടി ഇല്ല എന്ന് കിട്ടില്ല. അത് ചില ചോദ്യങ്ങൾ കേട്ടാൽ നമ്മൾ അറിയാണ്ട് ഞെട്ടിപ്പോകും. അപ്പോൾ സാറിനോട് ഒരാൾ ചോദിക്കുകയാണ്, സാറിന് വിശേഷം ഉണ്ടോ, സാറിന് എത്ര മാസമായി ചോദിച്ചാൽ എങ്ങനെ സാർ ഞെട്ടിയ ആ സാധനം ഇപ്പോൾ ഉണ്ടായി. അത്രയും പ്രസക്തമല്ല അവസ്ഥ പറയുന്നത്. പ്രസക്തല്ല എന്ന് മാത്രമല്ല, പൊട്ടത്തരാണ്. യുക്തിവാദികളുടെ ചില ഞെട്ടിക്കൽ ചോദ്യങ്ങളുണ്ട്. വാസ്തവത്തിൽ അവർ വിചാരിക്കുന്നത് വലിയ മഹാസംഭവമാണെന്നുള്ള തീർത്തും അപഹാസ്യമാകുന്ന ചില ചോദ്യങ്ങളാണിത്. കുറേ ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. സാറ് ഇപ്പോൾ ഇരിക്കുന്ന ഈ ചെയർ ഉണ്ടല്ലോ, ഈ ചെയർ ഇവിടെ ആരാ കൊണ്ടിട്ടത്? ചോദ്യം പ്രസക്തല്ലേ? അതെ. എന്നാൽ ഈ ചെയറിൽ ഇരിക്കുന്ന സാറിന് ആരാണ് ഇവിടെ കൊണ്ടിട്ടത്? അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ചോദ്യങ്ങൾ അർത്ഥമില്ല, അർത്ഥശൂന്യമായ ചോദ്യം. ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഒരു മെഷീൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ഇലക്ട്രിക് ഉപകരണം അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ചോദിക്കും, ആരാണ് ഈ മെഷീൻ ഓൺ ആക്കിയതെന്ന് ചോദിക്കാം, അല്ലേ? എന്നാൽ ആ മെഷീൻ്റെ സ്ഥാനത്ത് ഒരു മനുഷ്യനാണ് അവിടെ വർക്ക് ചെയ്യുന്നത്, പണിയെടുക്കുന്നതെങ്കിൽ ആരാണ് ഈ മനുഷ്യനെ ഓൺ ആക്കിയതെന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? ഈ ഞെട്ടലുകൾ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുക, ഞെട്ടിക്കൽ ചോദ്യങ്ങൾ. ഉപ്പിന് മധുരമുണ്ടോ? മധുരത്തിന് പഞ്ചസാരയ്ക്ക് ഉപ്പുണ്ടോ? അല്ലേ? ചോദിച്ചൂടെ? ചോദിക്കുന്ന ആൾക്ക് എന്ത് മണ്ടത്തരം എന്ത് ചെയ്യാം? ചോദിക്കാം. ഒരു ബോർഡിൽ ചിത്രം വരച്ചിട്ടുണ്ട് ഒരു കുട്ടി, അവിടെ ചോദിക്കും, ഈ ചിത്രം ആരാണ് വരച്ചത്? ചോദിച്ചൂടെ? അപ്പോൾ ഇന്നാലിന്ന കുട്ടിയാണ്, ആ കാണുന്ന വിഷ്ണുവാണ്, അല്ലെങ്കിൽ ഇന്നാലിന്ന ആളാണ് എന്ന് പറയാൻ. അപ്പോൾ അടുത്ത ചോദ്യം, വിഷ്ണുവിനെ ആരാണ് വരച്ചത്? അങ്ങനെ ചോദിക്കുമോ? ഇല്ല. കാരണം ചിത്രം വരയ്ക്കുക എന്നുള്ള ചോദ്യം അത് എന്തിനോടാണ് നേരിടുക? ചിത്രത്തിനോടാണ് നേരിടുക, അത് വിഷ്ണുവിനോടല്ല. ഇപ്പോൾ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ, ഞെട്ടിക്കൽ ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചില്ല. ഇതിൽ നിന്ന് സാറിന് എന്താ മനസ്സിലായത്? അതൊന്ന് വിശദീകരിക്കാമോ? ആ ചോദ്യം നിനക്ക് മനസ്സിലായത്, നമ്മളൊരു കാര്യത്തെപ്പറ്റി ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ സ്വഭാവം എന്താണ്, ആരോടാണ് ചോദിക്കുന്നത്, അതൊക്കെ ഒന്ന് അന്വേഷിക്കണം നല്ലതെന്ന് തോന്നുന്നു. അതെ, അതാണ്. ആ ഒരു സാധനം നമ്മൾ ഇവിടെ കൊടുത്താൽ ആ ചോദ്യത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. എല്ലാ ചോദ്യവും എല്ലാവരും ചോദിക്കാൻ പറ്റില്ല. എല്ലാ ചോദ്യവും എല്ലാത്തിനോടും നേരിടൂല. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ചോദിക്കപ്പെടുന്നത് എന്തിനെ കുറിച്ചാണ്, അതിന്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് വേണം ചോദിക്കാൻ. മതവിശ്വാസികൾ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറയുന്ന ആ മഹാശക്തി തുടക്കമില്ലാത്ത അനാദിയായ പവർ എന്നാണ് ഈ ദൈവത്തെക്കുറിച്ച് നമ്മുടെ വിശ്വാസം. അങ്ങനെയുള്ള ആ ശക്തിനെ കുറിച്ച് ആരാ സൃഷ്ടിച്ചത് എന്നുള്ള ചോദ്യം എത്രമാത്രം അപഹാസ്യമാണ് എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം.